ഇവിടെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് നഗരസഭാ അധ്യക്ഷ വളരെ സമർത്ഥമായ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. ഇപ്പോൾ BJP അസംതൃപ്ത വോട്ടുകൾ കോൺഗ്രസിലേക്ക് കാര്യമായി നഗരമേഖലയിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ നോട്ടയ്ക്കും 1500 വോട്ട് ലഭിച്ചല്ലോ, അതും ഈ എതിർപ്പ് ആയിരിക്കില്ലേ, ആ എതിർപ്പുള്ള വോട്ടുകളായിരിക്കില്ലേ എന്ന നിലയിലേക്കുള്ളൊരു ചിന്തയ്ക്ക് കൂടി വഴിമരുന്നിട്ടിട്ടുണ്ട് BJPയിലെ പ്രശ്നങ്ങൾ കൊണ്ട്. അങ്ങനെയും ഒരു ആലോചന നടത്തിക്കൂടെ എന്നൊരു റൂട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ നസീർ, നേരത്തെ ലാലു പറഞ്ഞതുപോലെ ഇപ്പോൾ BJPക്കകത്ത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പാലക്കാട്ടെ ഒരു പ്രശ്നം മാത്രമല്ലാത്ത വിധം സംസ്ഥാനത്തെ BJPക്കകത്തെ വ്യത്യസ്തങ്ങളായുള്ള ഗ്രൂപ്പുകൾ, താല്പര്യങ്ങൾ, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഏറ്റവും അവർക്ക് നന്നായി മത്സരിക്കാം എന്ന നിലയിൽ ഒരു വിജയത്തിലേക്കോ വിജയത്തിനടുത്തോ എത്താമെന്ന് കരുതുന്നൊരു മണ്ഡലത്തിൽ പോലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മുഖവിലേക്ക് എടുത്താൽ, അത് പരസ്യമായി പറഞ്ഞാണല്ലോ, മത്സരിക്കാൻ താല്പര്യമില്ല 2 പേർക്ക്, മൂന്നാമത്തെ ആൾക്കും താല്പര്യമില്ല, പക്ഷേ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഇതിനകത്തെ കിടമത്സരം അത്ര വലുതാണ്, കാലുവാരലുണ്ടാകും എന്നുള്ള ബോധ്യം നേതൃത്വത്തിനടക്കം ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നസീറിൻ്റെ ഒരു അറിവും ബോധ്യവും എങ്ങനെയാണ്? അല്ല, സുരേന്ദ്രൻ പറഞ്ഞതിനോട് എനിക്ക് കൃത്യമായ വിയോജിപ്പാണുള്ളത്. കാരണം 3 സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, അതിൽ 2 പേര് മത്സരിക്കുന്നില്ല, ഒരാൾ മത്സരിക്കാൻ താല്പര്യമില്ല, അയാളെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും നേരത്തെ സംഘടനയിൽ ഞങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്, സ്ഥിരമായി കാണുന്ന മുഖം നമുക്കിനി വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയും ഈ 3 പേര് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്താൽ ഒരു പാർട്ടി അധ്യക്ഷൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ആ 3 പേരെയും മാറ്റി മറ്റ് നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ കണ്ടെത്തണം. പക്ഷേ BJPയിൽ അങ്ങനെയില്ല. കാരണം നല്ലൊരു വേറെ കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പിന് പുറത്തായിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. അവിടെ കണ്ടെത്തുമ്പോൾ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അയാളെങ്ങാനും വിജയിച്ചു പോയാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് BJPയിൽ പൊതുവേ ഉള്ളൊരു ധാരണ, ഒരാളെ നന്നാവുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു നേതൃത്വ നിരയാണ് BJPയിലുള്ളത്. BJPയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പ്രവർത്തകരിൽ ഏറ്റവും വേദനിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. ഒരാളെ വിജയിക്കാനോ ഒരാളെ നന്നാവാനോ മറ്റൊരാൾ അനുവദിക്കില്ല. ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കും. 19% വോട്ടെന്ന് BJPക്ക് കേരളത്തിലുണ്ട്. ഒരു MLAയെ സ്ഥിരമായി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടം പോലും കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ 20-19% വോട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു MLAയോ ഒരു MPയോ ഇല്ലാത്ത ഒരൊറ്റ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാവില്ല. കേരളത്തിലെ BJP മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഈ ഘട്ടത്തിൽ പോലും ഇത് എന്താ എന്ന് പരിശോധിക്കാൻ BJPയുടെ നേതൃത്വം തയ്യാറാവുന്നില്ല. കാരണം ഇവിടെ കുമ്മനം അവിടെ വന്നതുകൊണ്ടോ വേറൊരാൾ വന്നതുകൊണ്ടോ ഇവിടുത്തെ വിഷയം തീരുന്നില്ല. കാരണം ഇതെല്ലാം സംഘടന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പ്രവർത്തകരുടെ വികാരവും മനസ്സും തിരിച്ചറിഞ്ഞ് പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ നയിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ. പ്രവർത്തകർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടു നിർത്തി പുറത്തുനിന്ന് ആൾ വന്ന് അവിടെ പ്രവർത്തിക്കുന്നു. അവിടുത്തെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നില്ല. അവർ വല്ലപ്പോഴും വെറുതെ ഇവരെ കാണിക്കാൻ വേണ്ടി ഒരു കാട്ടിക്കൂട്ടിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള മുഴുവൻ പ്രവർത്തകരുമാണ് പാലക്കാട് പ്രവർത്തിക്കാൻ വന്നത്. അവിടുത്തെ സജീവമായി പ്രവർത്തിക്കുന്ന നസീർ, അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെയും BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തും എന്നൊരു നല്ല ധാരണ, വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. പല നേതാക്കളും അത് പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതല്ലേ വന്നിട്ടുള്ള റിസൾട്ടിലെ കണക്കുകൾ നോക്കിയാൽ? മറുഭാഗത്ത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നാൽ ഒരു സ്ഥാനാർത്ഥിത്വം സന്ദീപ് വാര്യർ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വാർത്താ പശ്ചാത്തലവും നമ്മുടെ മുമ്പിൽ ആ കാലത്തുണ്ടായിരുന്നു. അതിൽ വസ്തുത നസീർ കാണുന്നുണ്ടോ? അല്ല, ഇതൊരു പരാജയത്തിന്റെ പല കാരണങ്ങളാണ്. അതിൽ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ കാരണത്തിൽ ദേശീയ തലത്തിൽ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം കൺസോളിഡേഷൻ വന്നു എന്ന് BJP ചിന്തിച്ചിട്ടുണ്ടോ? വാജ്പേയിയുടെ കാലത്ത് പൊളിറ്റിക്കലായിട്ടൊരു ധാരണ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് മുസ്ലിം വോട്ടുകൾ BJPക്ക് കിട്ടിയില്ലെങ്കിലും നിലവിലുള്ള മുസ്ലിം വോട്ടുകൾ ഏതെല്ലാം മാർഗത്തിൽ ഏതെല്ലാം പാർട്ടികളിലേക്കാണ് പോകുന്നത്
അതേ രീതിയിൽ തന്നെ പോകാവുന്ന രീതിയിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്ന് രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നു. മുസ്ലിങ്ങൾ BJP വിജയിച്ചാൽ എന്തോ ഭയാനകമായ സംഭവം വരാൻ പോകുന്നു എന്നൊരു ഭയം, ഭീതി ഭരണകൂടം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ വരും. BJP ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് SDP പോലുള്ള മറ്റ് ഭീകര സംഘടനകളൊക്കെ ഇത്തരം കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനാധിപത്യ മതേതരത്വ രീതികൾക്ക് വിരുദ്ധമാണ്. ഇത് മാറണമെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭയപ്പാട് വരുമ്പോൾ, ഈ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം കൺസോൾട്ടേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ഷീണം BJPക്കാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കിയാൽ കാരണം വരെ 137ഓളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് മുസ്ലിം മൈനോറിറ്റി. പക്ഷേ അവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നാലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ കൺസോൾട്ടേഷൻ വരുമ്പോൾ നിലവിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് സമാജ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, NCPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഏത് പാർട്ടിക്കാണോ അവന്റെ ശക്തി അനുസരിച്ച് വിജയിക്കാൻ പറ്റുക. പക്ഷേ നസീർ ഇപ്പോൾ പറഞ്ഞ ഈ കൺസോളിഡേഷൻ അതൊരു തന്ത്രമാണ്. നേരത്തെ ലാലു പറഞ്ഞതുപോലെ BJP ജയിക്കും എന്ന ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുക, ആ പ്രചാരണത്തിനനുസരിച്ച് ഒരു കൺസോളിഡേഷൻ കൊണ്ടുവരിക, വിന്നബിലിറ്റി വിജയസാധ്യത എന്ന ഒരു പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആ പ്രൊപ്പഗൻഡയ്ക്ക് അനുകൂലമാക്കി ഈ പറഞ്ഞ ആളുകളെ ഒപ്പം നിർത്തുക. 2021 UDF അവിടെ വിജയകരമായി നടപ്പാക്കിയതാണ്. കാരണം അന്ന് ശ്രീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ കുറെ കൂടി ഒരു ആവശ്യകത എന്ന നിലയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇതേ പ്രചാരണം പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഈ BJP എന്ന് പറയുന്ന ഒരു കക്ഷിയെക്കുറിച്ച്, നഗരസഭയിലെ സ്വാധീനത്തെക്കുറിച്ച് ഒക്കെ ആളുകളുടെ ഇടയിൽ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു സാധ്യത പ്രശ്നം അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആ പാർട്ടി തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആഭ്യന്തര കലഹത്തിലൂടെ തങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് തെളിയിക്കുകയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാലക്കാട് നഗരസഭയിലെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും BJPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് കയറി ജയിച്ചു വരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതാണ്. ആ നിലയിലുള്ള ഒരു മണ്ഡലമല്ല